പ്രഖ്യാപനങ്ങൾ ശരിയാണെങ്കിൽ നമുക്ക് കൈയും കാലും ഇല്ലാത്ത ഒരു അൻവർ കാണാൻ പറ്റും. ഇപ്പോ എന്ന് പറഞ്ഞാൽ ഈ അൻവറുടെ കൈയും കാലും ഒന്നും അൻവറുടെ വകയല്ല. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വകയാണ് അൻവറുടെ കൈയും കാലും. സ്ത്രീകൾ ഉൾപ്പെടെ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടു. സ്ത്രീകൾ ഏറ്റുവിളിക്കുകയാണ്. ഈ കൂഷ്മാണ്ഡങ്ങൾക്ക് ഇതിന്റെ അർത്ഥം അറിയാൻ വയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഏതായാലും ഒരുത്തൻ വിളിച്ചു കൊടുക്കുക, കയ്യും കാലും വെട്ടി പുഴയിലെറിയും. ഉടനെ ഇത് അങ്ങ് വിളിച്ച് പറയുക, കയ്യും കാലും വെട്ടി പുഴയിലെറിയും. ഇത് ഈ ലോ ആൻഡ് ഓർഡർ നിലവിലിരിക്കുന്ന ഒരു രാജ്യത്ത് തന്നെയാണ്. പിന്നെ വേറെ ലോ ആൻഡ് ഓർഡർ പറയേണ്ട കാര്യം നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ ലോ ആൻഡ് ഓർഡറിന്റെ തലപ്പത്തിരിക്കുന്ന ആള്. അങ്ങനെയുള്ളപ്പോൾ ഇതേ നടക്കുള്ളൂ. കാരണം കയ്യും കാലും വെട്ടി പുഴയിലെറിയും എന്നുള്ളതാണ്. ഇത് ഇങ്ങനൊരു രാജ്യത്ത് നമുക്കിത് പറയാൻ കൊള്ളാവുന്ന ഒരു വിളിക്കാൻ കൊള്ളാവുന്ന ഒരു മുദ്രാവാക്യമാണോ ഇത്? പണ്ട് ഏതാണ്ട് പിള്ളേരെ പിന്നെ ഏതാണ്ട് ഇലയിൽ ഏതാണ്ട് എടുത്ത് വെക്കണമെന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് ഒരു ഘോഷയാത്ര നടത്തി വിളിച്ചില്ലേ? അന്ന് വലിയ പ്രശ്നം ഉണ്ടായതല്ലേ? ഇവരെല്ലാം പറഞ്ഞതല്ലേ ഇതിങ്ങനെ മുസ്ലിങ്ങൾ ഇങ്ങനെ പിള്ളേരെ ഇതേപോലെ മോശമായ രീതിയിൽ കൊണ്ടു നടക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞതാണ്. അത് വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ ഇതൊരു പ്രശ്നമില്ല കേട്ടോ. കാരണം ഇവരുമായിട്ട് ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അവർ കൈയും കാലും ഒന്ന് വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ ടി.പി. ചന്ദ്രശേഖരന്റെ ആ വധത്തെയാണ് നമ്മൾ ഓർക്കേണ്ടത് ഇത് കേൾക്കുമ്പോൾ. അതുപോലെ അൻവറെ ഇതുപോലെ ശരിയാക്കുക എന്നുള്ളതാണ്. പക്ഷേ അൻവർ ഈ അശക്തനൊന്നും അല്ല. അൻവറെ അതുപോലെ കയ്യും കാലും അയാൾ വെച്ചു കൊടുക്കല്ലേ, കയ്യും കാലും നീട്ടി വെച്ചു കൊടുക്കുകയാണ് എവിടെമാർക്കൊക്കെ വെട്ടാൻ. ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ ഇതൊക്കെ? മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചേർന്നതാണ് ഈ വർത്തമാനം. ഇവർക്ക് ഇത് തിരിഞ്ഞടിക്കത്തില്ലേ? അവരത് ആലോചിക്കണ്ടേ? കാരണം ഇവർ എന്തായാലും ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ കയ്യും കാലും വെട്ടുന്നതാണ്. ഈ രീതിയിലാണ് കയ്യും കാലും അങ്ങ് വെട്ടിയെടുത്ത് ഒരാളെ കാല് വെട്ടിയാലൊക്കെ അയാൾ മരിച്ചു പോവും. അത് ആദ്യം മനസ്സിലാക്കണം. കാരണം ഈ ഫെമറൽ ആർട്ടറി ഒക്കെ കട്ട് ചെയ്താലോ അല്ലെ റേഡിയൽ ആർട്ടറി കട്ട് ചെയ്ത് പോയാലോ ഒക്കെ ബ്ലഡ് നിർത്താൻ പറ്റത്തില്ല, എളുപ്പമല്ല. അത് ഇവന്മാരാദ്യം ഇതൊന്നും മനസ്സിലാക്കട്ടെ, തിരിച്ചറിയട്ടെ ഇത് വിളിക്കുന്നതിന് മുമ്പ്. പിന്നെ അയാളെ കയ്യും കാലും വെട്ടാൻ നടക്കുക. അയാൾ ഈ ഞാൻ ഒരു കാര്യം ഇന്നലെ ഒരു രസകരമായ ഒരു കാര്യം ഞാൻ കണ്ടത് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവനയാണ് കേട്ടോ. ഒരു മോഹനൻ അയാൾ ഇരുന്നുകൊണ്ട് പറയുന്നതാണ്, കഴിഞ്ഞ 5 വർഷമായിട്ട് അൻവർ അവിടെ ആ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ മണ്ഡലത്തിൽ ഒരു 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 പുരോഗമനവും നടക്കാത്തതിന്റെ കാര്യം, ഡെവലപ്മെന്റ് നടക്കാത്തതിന്റെ കാരണം അൻവർ അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഈ തിരിഞ്ഞു നോക്കാത്ത ഒരുത്തനെ നിങ്ങൾ എന്തിനാ മത്സരിപ്പിച്ചേ മോഹനൻ? നിങ്ങളൊന്ന് ആലോചിക്കട്ടെ അത് ആദ്യം. അയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. എന്നിട്ട് അയാൾ പറയുന്നു അയാൾ ശ്രീലങ്കയിലും ഇവിടെ സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ കറങ്ങി നടക്കുക, അയാളുടെ ബിസിനസിന്റെ കാര്യമായിട്ട് നടക്കുക, ആ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന്. ഈ തിരിഞ്ഞു നോക്കാത്ത ഒരുത്തനെ 5 വർഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തേക്ക് കഴിഞ്ഞാലേ, എന്നിട്ട് നോമിനേഷൻ കൊടുക്കേണ്ടതിന് ഇയാളെ വളരെ കഷ്ടപ്പെട്ട് ഇയാളെ വരുത്തി നോമിനേഷൻ കൊടുപ്പിച്ചെന്ന്. വലിയ കാര്യമായി പോയി കേട്ടോ നിങ്ങളൊക്കെ ചെയ്തേ. ഇങ്ങനെ ഒരുത്തനെ തന്നെ വേണം നിങ്ങൾ മത്സരിപ്പിക്കാൻ. നാണമല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ ഇത് പറയാൻ? കാരണം ഇത്രയും ഇങ്ങനെ കൊള്ളരുതാത്ത ഒരുത്തനാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ മേളിൽ കെട്ടിവെച്ചല്ലേ. എന്നിട്ട് അതിന് നിങ്ങൾ ആദ്യം സമാധാനം പറ, എന്നിട്ട് പറ കയ്യും കാലിൻ്റെയും കാര്യം. അയാൾ പറഞ്ഞ കാര്യങ്ങൾ എന്താ ശരിയല്ലേ? അയാൾ സത്യമല്ലേ പറഞ്ഞേ? അയാൾ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ ആ സത്യം പറയുന്നവന്റെ എല്ലാം കയ്യും കാലും വെട്ടുന്നതാണോ നിങ്ങളുടെ ജോലി? ഈ നാട്ടിൽ സത്യം പറയുന്ന ഒരുപാട് ആളുകളുണ്ട് മിസ്റ്റർ മോഹൻ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളൊന്ന് തിരിച്ചറിയണം. നിങ്ങൾ ഇത് ആളുകളെ കൊണ്ട് വിളിപ്പിക്കുമ്പോൾ എന്നിട്ട് കുറെ അമ്മമാർ പറഞ്ഞേക്കുക, ഗോവിന്ദൻ മാസ്റ്റർ ഒരൊറ്റ വാചകം പറഞ്ഞാൽ മതി കയ്യും കാലും വെട്ടി പുഴയിലെറിയുന്നു. ഇത് ഗോവിന്ദൻ മാസ്റ്ററുടെ വകയാണ് ഇതൊക്കെ, ഈ കയ്യും കാലും ഒക്കെ. ഇത് ഇവിടെ നിയമവാഴ്ചയുള്ള ഒരു സ്ഥലമാണ്, ആദ്യം തിരിച്ചറിയണം. ഇവിടെ ജനാധിപത്യമാണ് ഉള്ളത്. അല്ലാതെ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്ന ഉടനെ ഒരു കയ്യും കാലും വെട്ടാൻ നടക്കുകയാണ്. ഗോവിന്ദൻ മാസ്റ്റർ ഒരു വാചകം പറഞ്ഞാൽ മതി കയ്യും കാലും വെട്ടി അങ്ങ് എറിയുന്നു. അങ്ങനെ വെട്ടി എറിഞ്ഞവന്മാരൊക്കെ ഇപ്പൊ ജയിലിൽ കിടപ്പുണ്ട് ഇഷ്ടമാതിരി കേട്ടോ, ഒരുപാട് പേര്. അപ്പൊ ഇതേപോലെ അത് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോരുത്, അതപ്പതിക്കരുത്. ഈ അധപ്പതനമാണ് ഇതിനകത്ത് കാണുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഗോവിന്ദൻ മാസ്റ്ററൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കയ്യും കാലും ഒറ്റ വാചകം പറഞ്ഞാൽ മതി കയ്യും കാലും വെട്ടി എറിയുന്നു. അപ്പൊ നിങ്ങൾക്കെതിരെ ആര് സംസാരിച്ചാലും ഇത് നിങ്ങൾ അതായത് വിമർശനത്തിന് അതീതരാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രി വിമർശിക്കാൻ പാടില്ല, വലിയ പ്രശ്നമാണ്. വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ വലതുപക്ഷ പിന്നെ പത്ര പ്രസ്താവന മാധ്യമങ്ങളായിപ്പോയി എല്ലാം. മുഖ്യമന്ത്രിയുടെ മോളെ വിമർശിക്കാൻ പാടില്ല. അങ്ങനെ കാരണം അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതും തീവ്ര വലതുപക്ഷ
മാധ്യമ പ്രവർത്തനമായിട്ട് മാറും. ഇതൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് പറയാനൊക്കും? ഒന്നും പറയാൻ പാടില്ല. അത് നിങ്ങൾ വിമർശനത്തിന് അതീതരല്ല എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് തിരിച്ചറിയുക. ഇത് വിമർശിക്കാനുള്ള അവകാശം ഈ നമ്മുടെ ഈ നാട്ടിൽ എല്ലാവർക്കും ഉള്ളതാണ്. അത് നമ്മുടെ ഭരണഘടന തന്നേക്കുന്ന അവകാശമാണ്. അതിനെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ചെയ്യരുത്. അത് തെറ്റാണ്. ഇത് വേറെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. എന്തെങ്കിലും ഒരു മറുപടി പറയണ്ടേ? ഇയാൾ പറഞ്ഞേക്കുന്നതിനകത്ത് അതിനെ എന്തെങ്കിലും ഒരു റീസണിങ് വെച്ച് ഒരു മറുപടി പറയണം. ആ മറുപടി പറയാനുള്ള കഴിവില്ല, ആ മറുപടി ഇല്ല. അപ്പം വരുന്ന കൈയും കാലും വെട്ടുന്നതാണ്. അതാണ് മറുപടി. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ അറിഞ്ഞൂടാ. അത് അറിയാനില്ല, മറുപടി പറയാൻ പറ്റത്തില്ല. അതാ കാര്യം. അതോടുകൂടി അന്നേരമാണ് കൈയും കാലും അങ്ങ് എടുക്കുന്നത്. പണ്ട് ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇവർക്ക്. ഈ ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്നവരൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ. അതൊക്കെ ഈ അൻവറിന്റെ നേതൃത്വത്തിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം തലയങ്ങ് പോയി. അൻവർ മാറിയല്ലോ. അതോടുകൂടി ഈ ക്യാപ്സ്യൂൾ ഉണ്ടാക്കാനും ഇതുപോലെ ഈ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുഴുവൻ ഈ ഇതിൽ കൂടായിരുന്നു കേട്ടോ. ഈ സോഷ്യൽ മീഡിയയിലൂടായിരുന്നു. പക്ഷെ അത് വേണ്ടി ഒരുപാട് അവർക്ക് വേണ്ടി ഇഷ്ടം പോലെ പണിഞ്ഞിട്ടുള്ള ആളാണ്. ഒന്നും പറയാൻ ഒക്കത്തില്ല. അങ്ങനെയുള്ള ഒരാളെ അവർക്ക് വേണ്ടാന്ന് തോന്നിയപ്പോഴാണ് ഇപ്പൊ ഈ കൈയും കാലും വെട്ടുന്ന കാര്യം വന്നേക്കുന്നത്. അപ്പൊ ഇതിപ്പോ ഈ ആരെന്ത് പറഞ്ഞാലും അവരുടെ കൈയും കാലും വെട്ടുന്നതും എടുക്കുന്നതുമാണ് ഇപ്പൊ ഇവർ ചിന്തിക്കുന്നത്. മറുപടിയില്ല. ഇത് ഈ രീതിയിലേക്ക് പോയി കഴിഞ്ഞു സംസ്കാരം. രാഷ്ട്രീയ സംസ്കാരമാണ് നമ്മൾ ഈ കാണുന്നത്. എന്താ ഈ പറയുന്നത് ഇത്? ഇതിപ്പോ അൻവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തുവാ? ഇവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ അൻവർ വിളിച്ചു പറയുന്നു. ഇപ്പോ അതല്ലേ ചെയ്യുന്നുള്ളൂ. അൻവർ പുതിയതായിട്ടൊന്നും പറഞ്ഞതല്ല. ഇവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അൻവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രതിപക്ഷത്തിന് ഇപ്പം ജോലിയില്ല. കാരണം അത് അൻവർ ഏറ്റെടുത്തു. ഇതാണ് കാര്യം. അതിന് ആ ഇപ്പൊ ഒരു 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 പ്രതിപക്ഷ ബഹുമാനമെങ്കിലും വേണ്ടേ? അൻവർ പറഞ്ഞല്ലോ, അൻവർ നിങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല. അപ്പൊ അയാളെ പുറത്താക്കേണ്ട കാര്യമില്ല. അയാൾ പുറത്തു പോയി. അല്ലാതെ നിങ്ങൾ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ആരാ അയാളെ പുറത്താക്കാൻ? അയാളൊരു MLA ആണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളാണ്. അയാൾക്ക് വോട്ട് കിട്ടി. ഇനി എന്താ? അയാൾ ഒരു പൊതുസമ്മേളനം നടത്താൻ പോവുക. അതിന് അതെങ്ങനെ തൊലയ്ക്കാം, അതെങ്ങനെ നിർത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാണമില്ല ഇതൊക്കെ. ഇങ്ങനെയൊക്കെ തോൽപ്പിക്കാൻ നടക്കുന്നതിനൊക്കെ നാട്ടിൻപുറത്ത് വേറെ പേരുണ്ട്. ഞാനത് പറയുന്നില്ല, വൃത്തികേടായതുകൊണ്ട്. ഈ രീതിയിലാണോ ഒരാളെ തോൽപ്പിക്കാൻ നടക്കേണ്ടത്? നാണമില്ലേ നിങ്ങൾക്ക്? ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി വെച്ച് നിങ്ങൾ പെരുമാറുക. നിങ്ങൾ വിശദീകരണം നടത്തുക. നിങ്ങൾ ഈ അയാൾ പറഞ്ഞേക്കുന്ന പ്രശ്നങ്ങൾ അത് അൻവർ പറഞ്ഞതായതുകൊണ്ട് അത് കാര്യങ്ങളല്ലാതാവുന്നില്ലല്ലോ. അൻവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതനുസരിച്ച് പെരുമാറുക. അതിന് പകരം അയാൾ പൊതുയോഗം നടത്തുന്നത് അതെങ്ങനെ മുടക്കാം? സഖാക്കൾ ആരും അതിൽ പങ്കെടുക്കരുത്. സഖാക്കൾ പങ്കെടുക്കുന്നവരുടെ എല്ലാം കയ്യും കാലും വെട്ടിക്കളയും കേട്ടോ. അതാണ് പ്രശ്നം. അവർക്ക് പിന്നെ കയ്യും കാലും ഇല്ലാതെ നടക്കണം. വലിയ കഷ്ടപ്പാടല്ലേ കയ്യും കാലും ഇല്ലെങ്കിൽ? വലിയ ബുദ്ധിമുട്ടാണ്. മൂവ് ചെയ്യാനൊക്കത്തില്ല, ഒരു മാർഗമില്ലല്ലോ. ആ രീതിയിലാവും. അതാണ് നിങ്ങളുടെ സംസ്കാരം. ഇതെന്തിനാ? അദ്ദേഹം നടത്തട്ടെ, മീറ്റിംഗ് നടത്തട്ടെ, പൊതുയോഗം നടത്തട്ടെ. അദ്ദേഹത്തിന് വോട്ട് കൊടുത്ത ആളുകളല്ലേ വിളിച്ചേക്കുന്നത്. എത്ര പേരുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് നോക്കിക്കോളൂ. അത് സഹാക്കന്മാരുടെ വോട്ട് കൊണ്ടാണോ അൻവർ ജയിച്ചേക്കുന്നത്? അതൊന്നുമല്ല. ഒരുപാട് പേരുടെ വോട്ട് അൻവറിന് കിട്ടിയിട്ടുണ്ട്. അത് സഹാക്കന്മാരുടെ വോട്ടൊന്നും അല്ല. അവിടെ ഇനി ഒരു സഹാവ് ഒന്ന് മത്സരിക്കാൻ പോട്ടെ. ആ മണ്ഡലത്തിൽ നമുക്ക് കാണാം. അൻവറിന്റെ കൂടെ മത്സരിക്കട്ടെ. ഒരു സഖാവിനെ അങ്ങ് നിർത്തിക്കോളൂ. അൻവറിന് നിങ്ങൾ ഏതായാലും സീറ്റൊന്നും കൊടുക്കത്തില്ല, ടിക്കറ്റ് കൊടുക്കത്തില്ല മത്സരിക്കാൻ. അതെന്നാ ശരിയാണ്. അൻവറിന് അത് ആവശ്യമില്ല. അൻവർ മത്സരിക്കട്ടെ. അൻവറിനോടൊപ്പം ഒരു സഖാവ് കൂടെ മത്സരിക്കട്ടെ. എത്ര വോട്ട് രണ്ടുപേർക്ക് കിട്ടുമെന്ന് നമുക്കൊന്ന് കാണാം. ഞാൻ ഒരു കൗതുകം കൊണ്ട് പറയുന്നതാണ്. ഈ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം പോകുന്നത്. പൊളിറ്റിക്കൽ മൊറാലിറ്റി, രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്ന ഒന്നില്ലാതായി. രാഷ്ട്രീയ ധാർമ്മികതയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ധാർമ്മികത. അതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. കൈയും കാലും വെട്ടുന്ന സംസ്കാരം. നിങ്ങൾ എത്രയോ പേരെ വെട്ടിക്കൊന്നിട്ടുണ്ട്, ഒരുപാട് പേരെ. അതിൻ്റെയൊക്കെ ഇപ്പം അനുഭവിക്കുന്നുണ്ടല്ലോ. ഈ വെട്ടിക്കൊന്നതിൻ്റെ ഒക്കെ ഇപ്പം അവിടെ ഓരോ കേസിനകത്ത് സുപ്രീം കോടതി വരെ പോയിട്ട് നടക്കത്തില്ല. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ വിചാരിക്കണം, ഈ കൈയും കാലും വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിയമവാഴ്ചയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇത് പറയുന്നത് ശരിയല്ല. ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളല്ല ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തേണ്ടത് എന്നൊന്ന് തിരിച്ചറിയണം. ഇവിടെ ആരുടെയും കൈയും കാലും വെട്ടിക്കളയാനായിട്ട് നിങ്ങൾ ഈ തീട്ടൂര് എഴുതി കൊടുക്കരുത്. അത് ശരിയല്ല ആ ചെയ്യുന്നത്. അത് നിയമപരമല്ല, നിയമവിരുദ്ധമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിളിച്ചു പറയുന്ന ആളുകളെ
എല്ലാവരുടെയും പേരിൽ കേസെടുക്കേണ്ടതാണ്. കാരണം ഒരുത്തന്റെ കൈയും കാലും വെട്ടു എന്നങ്ങ് വിളിച്ചു പറഞ്ഞാലേ, അയാളെ കൈയും കാലും വെട്ടുക എന്ന് വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് നമ്മുടെ ആഭ്യന്തരമന്ത്രി ഭരിക്കുമ്പോൾ ഇതേ നടക്കുള്ളൂ. അത് വേറെ കാര്യം. ഇങ്ങനെ വിളിച്ചു പറയാം. അവർക്ക് പറയാം. വേറെ ആരും പറഞ്ഞുകൂടാ കേട്ടോ. ഇവർക്ക് മാത്രം പറയാം. വേറെ ഒരു മനുഷ്യൻ പറയാൻ പാടില്ല. അത് ഇത് ഒരു ശരിയായ നടപടിയല്ല എന്നൊന്ന് തിരിച്ചറിയുക.